ഞാൻ കൂടുതലും സഹകാരിയിൽ രാജേഷ് സാറ് തന്നിരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ ഒന്നിൽ കൂടുതൽ വട്ടം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെബിനാറും എല്ലാം സാറിന്റെ വെബിനാറിന്റെ സാറിന്റെ മോട്ടിവേഷൻ അതൊരു വലിയ പ്രചോദനമായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ തീരുമാനം എടുത്ത് ഉറപ്പിച്ചു. അന്ന് സഹകാരി തീരുമാനിച്ചു. വെബിനാറിലൂടെ ഞാൻ തീരുമാനിച്ചു. സഹകാരി റേസ് പ്ലസ് ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ നമ്മുടെ കേരള ബാങ്കിന്റെ ആദ്യ റാങ്കുകൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്കാണ് നമ്മുടെ മിഥുനാണ് നമ്മളോടൊപ്പം ഉള്ളത്. 44ാമത്തെ റാങ്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ. വളരെ വലിയ മത്സരം നടന്ന ഓപ്പൺ കാറ്റഗറിയിൽ സ്റ്റേറ്റ് വൈഡ് 44ാമത് എത്തി നിൽക്കുക നമ്മുടെ മിടുക്കനായിട്ടുള്ള മിഥുൻ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മിഥുൻ നമ്മുടെ സഹകാരിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് മോനെ? ആദ്യമായിട്ട് ഞാൻ 2022 ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ JDC പാലക്കാട് വെച്ച് ചെയ്യായിരുന്നു. അത് 23 കൊണ്ടുവരുന്നാരാ നമ്മളെ? ലൈക്ക് JDC എടുക്കണമെന്ന് പറഞ്ഞാരാ? JDC എടുക്കണം എന്ന് പറഞ്ഞൊരു അമ്മയാണ്. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത്? അമ്മ വെറ്റിനറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. അപ്പൊ അമ്മ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടാണ് തോന്നുന്നു JDC എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ JDC ലാസ്റ്റ് മിനിറ്റിലാണ് അപ്ലൈ ചെയ്തത്. അത് അങ്ങനെ എടുത്തു, അത് കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ CSEB കുറച്ച് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് JCA ആ സമയത്ത് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിരുന്നു അല്ലേ? കറക്റ്റ്. CSEB ഞാൻ പഠിച്ചൊരു 6 മാസം 1 ഇയർ CSEB പഠിച്ചു. അപ്പോഴാണ് JCയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. JCയുടെ നോട്ടിഫിക്കേഷൻ അതൊരു കറക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ JCക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കണം എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ യൂട്യൂബിൽ നിന്നാണ് സഹകാരി റേസ്. എല്ലാവരും ഈ ആദ്യ റാങ്ക് എല്ലാവരും യൂട്യൂബ് വഴിയാണ് എത്തിയത്. ആ സമയത്ത് ആദ്യം നമുക്ക് ഫ്രീ ക്ലാസ് സീരീസ് ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. പിന്നെ വെബിനാറും എല്ലാം സാറിന്റെ വെബിനാറിന്റെ സാറിന്റെ മോട്ടിവേഷൻ അതൊരു വലിയ പ്രചോദനമായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ തീരുമാനം എടുത്ത് ഉറപ്പിച്ചു. അന്ന് സഹകാരി തീരുമാനിച്ചു. വെബിനാറിലൂടെ ഞാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു പക്ഷേ വെബിനാർ മീറ്റിംഗ് സെഷനിലായിരിക്കും. ലൈക്ക് നമ്മൾ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് കോഴ്സിന്റെ സ്ട്രാറ്റജിയാണ്, പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഓവറോൾ അല്ലേ, നമ്മളൊരു ഡ്രീമിലേക്ക് അടുക്കുകയാണ്. ഡ്രീമിലേക്ക് അടുക്കുമ്പോഴത്തേക്കും അതിലേക്കുള്ള ഓട്ടവും ഒരു ഡ്രീം റൺ തന്നെ ആയിരിക്കും, ആവണം, എന്നാലേ എത്തുള്ളൂ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡ്രീം തലയിൽ കയറ്റി തരാം. അത് എന്താണ് പഠിച്ചിട്ട് ജോലി വേണം എന്നുള്ള ആശയം വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമുക്ക് ആ എക്സാമിനേഷൻ്റെ ഹീറ്റിനെ നമ്മൾ എന്തായാലും പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും JCയിൽ നമ്മൾ ഇച്ചിരി ബാക്കിലോട്ടായി പോയി. അതിനെ ഫൈറ്റ് ചെയ്ത് നമ്മൾ കേരള ബാങ്കിൽ കയറി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നത് എക്സാമിനേഷൻ്റെ ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ അപ്രോച്ച്? കൂടുതൽ നേരം പഠിച്ചിരുന്നു. ആ ഒരു സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിരുന്നു പുറത്ത്. പിന്നെ ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു എക്സാമിൻ്റെ ആ പീക്ക് എത്തിയപ്പോൾ ഒന്ന് സ്റ്റോപ്പെങ്കിലും വീക്ക്ലി ഒരു വൺസ് ഞാൻ പോയിരുന്നു എന്തായാലും പോയിരുന്നു. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിനെ ബന്ധപ്പെടുത്തി എപ്പോഴും 24 മണിക്കൂറും പഠിത്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വട്ടായി പോകും. അതെ, തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ പിന്നെ നമുക്ക് അവസാനം നമ്മുടെ ആ ഒരു 1.5 മണിക്കൂറത്തെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ അപ്രോച്ച് ഉണ്ടായിരുന്നു? ഞാൻ കൂടുതലും സഹകാരിയിൽ രാജേഷ് സാറ് തന്നിരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ ഒന്നിൽ കൂടുതൽ വട്ടം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉള്ള മിസ്റ്റേക്സ് പഠിക്കാനും പിന്നെ ആദ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്തത്. പിന്നെ അതിൽ ഫസ്റ്റ് ഇങ്ങനെ അറിയുന്നത് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം അറിയാത്തത് ഞാൻ ഒരു 50-50 ചാൻസ് ഉള്ളതും ഒരു ഏറെക്കുറെ തോന്നുന്ന കട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ കട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഞാൻ ആൻസർ ചെയ്ത് നോക്കി. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്ക് ഫുള്ള് അറിയുന്നതും പിന്നെ ഇതിലുള്ള മാർക്കും കൂടി കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് എടുക്കുമ്പോഴും റിസ്ക് എടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അത് മനസ്സിലായി. അത് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ ചെയ്തപ്പോൾ അതിന്ന് അങ്ങനെ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അത് കിട്ടി. അങ്ങനെ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കി. അതിലാണ് പിന്നീട് കൂടുതൽ മാർക്ക് വന്നത്. വളരെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് പറഞ്ഞ കാര്യം വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൈകൊട്ടുന്ന എല്ലാം മൈനസ് ആയിരിക്കും.
ചിലർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ ഹാഫ് ചാൻസിൽ വിട്ടുപോകുന്ന പലതും പ്ലസ് ആയിരിക്കും. എന്തായാലും നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അനാലിസിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള അനാലിസിസ് പരീക്ഷയ്ക്ക് മുൻപേ ചെയ്യുന്ന വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ ആളിൻ്റെ ഔട്ട്കം ആയിരിക്കില്ല വൈ എന്ന് പറഞ്ഞ ആളുടെ ഔട്ട്കം. അപ്പോഴത്തേക്കും നിങ്ങൾ മോഡൽ എക്സാമിനേഷൻസ് നിങ്ങൾക്ക് കൂടെ പരീക്ഷണം നടത്താൻ പറ്റിയൊരു വഴി കൂടെയാണ്. അപ്പോൾ ഒരെണ്ണത്തിലത്തെ റിസ്ക് കൂടുതൽ എടുത്ത് നോക്കുക. അപ്പോഴത്തേക്കും നമ്മൾ എത്ര റാങ്കിൽ നിൽക്കുമെന്ന് മാത്രം നിങ്ങൾ നോക്കാവൂ, എത്ര മൈനസ് കിട്ടുന്നല്ല നോക്കേണ്ടത്. നിങ്ങളെ പൊസിഷൻ എത്ര വന്ന് നോക്കണം. കാര്യം എന്താണ്, നമ്മൾ ചിലപ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഉണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് സ്കോർ മുന്നോട്ട് വന്നിട്ടുണ്ടാവും. അതേസമയം നമ്മളിപ്പോൾ റിസ്ക് തീരെ എടുക്കുന്നില്ല എന്ന് വെച്ചോ, ഒട്ടും റിസ്ക് എടുക്കുന്നില്ല, അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. പിന്നെ മീഡിയം റിസ്ക്. അപ്പോൾ ഈ 3 സ്ട്രാറ്റജി ABC അനാലിസിസ് വേണമെങ്കിൽ പറയാം. ആ ഈ അനാലിസിസ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു അല്ലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ ഉണ്ടാകും. അങ്ങനെ നമുക്ക് റാങ്കിൽ മുന്നോട്ട് വരാൻ പറ്റുന്നുള്ള ഒരു സാധ്യതയാണ് അങ്ങനെ മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ മിഥുൻ അത് ഇതുവരെ ആരും പറയാത്ത സ്ട്രാറ്റജിയാണ് മിഥുൻ പറഞ്ഞത്. ഇന്നിപ്പോ രാവിലെ ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്കും ചാൻസ് എടുത്ത് കയറി വന്നാണ് 20 റാങ്ക്. അതെ, ആള് ചാൻസ് ആദ്യത്തിൽ ചാൻസ് എടുത്തില്ല. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് PSC റാങ്ക് കൂടുള്ളൂ. അല്ലാതെ നമ്മൾ അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാൻസ് എടുക്കണം. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്കിനെ എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആണ്. ഇതൊക്കെ സഹകാരി അപ്പം മക്കളെടാ, ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? കാരണം നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടല്ലോ. അതെ, ഇനിയിപ്പോ എന്തായാലും കോപ്പറേറ്റീവ് ബാങ്കുകൾ, സർവീസ് കാറ്റഗറിയിലുള്ളവർ പോകും. പിന്നെ കുറച്ചുപേര് കേരള ബാങ്ക് ലിസ്റ്റിലുള്ളവർ എന്തായാലും CSEB കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവരും മാറും. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് എന്തായാലും നല്ല വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ പിന്നെ JCI കുറച്ച് പേര് തുടങ്ങുമ്പോഴത്തേക്കും കുറെ പേര് പോകും. ഒരു പഠിക്കുന്നവര് ഇരുന്ന് ജോലി കിട്ടുന്നവരെ പഠിക്കുക, എന്തായാലും കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതായത് ജോലി കിട്ടുന്നവരെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അല്ലേ. അതെ, അത് നിർത്തിക്കളയരുത്, അതുവരെ കണ്ടിന്യൂ ചെയ്യുക. എല്ലാവരും വിജയത്തിലേക്ക് എത്തട്ടെ.